അപ്പോൾ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഓണം എക്സാം ഇതാ കഴിഞ്ഞ് നമ്മളിനി വെക്കേഷൻ മോഡിലേക്ക് അല്ലേ, വെക്കേഷൻ മോഡ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇനി വെക്കേഷനിൽ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, അവിടെ പോകണം ഇവിടെ പോകണം അല്ലേ, നമ്മൾ മാമൻ്റെ വീട്ടിൽ പോകണം, മറ്റേ വീട്ടിൽ പോകണം, മറിച്ച വീട്ടിൽ പോകണം, അങ്ങനെ കുറേ പ്ലാനിങ്ങളായിരിക്കും. ചിലർക്കാണെങ്കിൽ ഒരു പ്ലാനിങ്ങും ഉണ്ടായിരിക്കില്ല അല്ലേ, റെസ്റ്റ് അല്ലേ, സമാധാനമായിട്ട്. എക്സാം ഒക്കെ കഴിഞ്ഞ് ഭയങ്കര അല്ലേ ക്ഷീണമായിരുന്നു, ഭയങ്കര പണിയൊക്കെ എടുത്തിട്ടുള്ളത് പോലെ കുറേ എക്സാം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ട് മിസ്സേ ഭയങ്കര ക്ഷീണം, ഇനി എനിക്ക് കുറച്ച് റെസ്റ്റാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു പ്ലാനിലിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ മിസ് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഇത്തവണത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്ലസ് അല്ലെങ്കിൽ എത്ര ഗ്രേഡ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമുക്കൊരു ഗസ് ഉണ്ടാവുമല്ലോ. ഞാൻ എഴുതിയതൊക്കെ വെച്ചിട്ട് എനിക്ക് ഇത്ര സബ്ജക്റ്റിൽ ഇത്ര മാർക്ക് കിട്ടാനുണ്ടാവും എന്നുള്ള രീതിക്ക് ഇത്ര ഏത് ഗ്രേഡാണ് കിട്ടുക എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഗ്രേഡാണ് കിട്ടാനായിട്ട് പോകുന്നത് എല്ലാ സബ്ജക്റ്റിലും എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് ഓരോരുത്തർക്കും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് ഇത്രയും ചോദിക്കണല്ലോ. ഇപ്പോൾ ഓണം എക്സാം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ, 2 ദിവസം കൂടെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഓണം എക്സാമിന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് നോക്കിക്കേ, ഒന്ന് കണ്ണൊക്കെ അടച്ചോ. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓണം എക്സാമിന് നമ്മൾ എല്ലാ സബ്ജക്റ്റും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ഓണം എക്സാമിന് പഠിക്കാനുള്ള പോർഷൻസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ഭാഗത്താണുള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് ഫുൾ ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിലും, കാരണം 2 ദിവസമായിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ബാക്കി എല്ലാ സബ്ജക്റ്റിലും നോക്കുമ്പോൾ നമുക്ക് ഫുൾ എന്തായാലും ഓർമ്മയിൽ ഉണ്ടായിരിക്കില്ല അല്ലേ. കാരണം എന്താണ്, നമ്മൾ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നിങ്ങളൊന്ന് കാര്യം ആലോചിക്കണം, ഓണം എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് 2 ദിവസമായിട്ടുള്ളൂ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഇനി സ്കൂളിൽ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി സ്കൂളിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും, ഇനി ഫുള്ള് മറ്റേ കലോത്സവം കാര്യങ്ങൾ, ശാസ്ത്രമേള അല്ലെ, നമ്മൾ എന്താ പറയുക ഡിസ്ട്രിക്ട് ലെവലിൽ പോകുന്നു, സ്റ്റേറ്റ് ലെവലിൽ പോകുന്നു, അങ്ങനെ ഇനി ഒരുപാട് കാര്യങ്ങളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. അതിൽ പലർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ സ്റ്റേറ്റ് ലെവലിലൊക്കെ പങ്കെടുക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മിക്കപ്പോഴും ക്ലാസ്സുകളൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ നിങ്ങളായാലും നിങ്ങൾക്ക് പല ക്ലാസ്സുകൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ വയ്യാത്തത് കൊണ്ടോ അല്ലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് പല ക്ലാസ്സുകളും മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ദിവസവും ഇരുന്ന് കൃത്യമായിട്ട് പഠിച്ചു പോകാമെന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലും ഇതേപോലത്തുള്ള പല മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് അപ്പം നമ്മൾ സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കും, ഡിസംബറിലല്ലേ ഇനി അടുത്ത എക്സാം വരുന്നുള്ളൂ, അപ്പം എന്തിനാ മിസ് ഇപ്പം തന്നെ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ സത്യം മനസ്സിലാക്കണം, ഇതൊക്കെ മിസ് മുന്നേ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, ഓണം എക്സാമിന് മുന്നും ഇതേപോലെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്ത ക്രിസ്മസ് എക്സാമിന് മുന്നും നിങ്ങൾക്ക് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മിസ് പറഞ്ഞു തരാണ്. ശ്രദ്ധിക്കുക അല്ലേ, ഞാനൊരു ജോത്സ്യനെ പോലെ എല്ലാം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തരാണ്. ഇതൊക്കെ ആദ്യമേ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇത്രയുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ലാസ്റ്റ് ഇത് ഓക്കെ സമാധാനമായി, ഇതൊക്കെ തീർന്നു, ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴേക്കും നമ്മൾ ഡിസംബറിൽ എക്സാം എടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ സമയത്തും നമുക്ക് പരീക്ഷയുടെ തലേ ദിവസം നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാനേ പറ്റില്ല. കാരണം ഇത്തവണത്തെ ഓണം എക്സാമിൽ നമുക്ക് കാര്യം മൊത്തം മനസ്സിലായിട്ടുണ്ട്. പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലേ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. കാരണം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഉള്ളത്. നല്ലോണം ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, നല്ല മാർക്ക് കിട്ടുള്ളൂ. മിസ് ഞാൻ പരീക്ഷയുടെ തലേ ദിവസമൊക്കെ ഞാൻ ഒരുപാട് നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്തായിരിക്കും വരെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാരണം, പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ എത്ര സമയം ഇരുന്ന് പഠിക്കുന്നു. അതായത് ചില കുട്ടികൾ പറയുന്നുണ്ട്, മിസ്സേ ഞാൻ പരീക്ഷയുടെ തലേ ദിവസം 12 മണിക്കൂർ ഇരുന്നു. ചിലർ പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല മിസ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, ഞാൻ ഉറക്കില്ലാതെ ഇരുന്ന് പഠിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല മക്കളെ. നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, ഓരോ ദിവസം കൃത്യമായിട്ടുള്ള ഒരു ടൈം നമ്മൾ മാറ്റി വയ്ക്കണം. ഓക്കെ, ഓരോ ദിവസം അങ്ങനെ കുറച്ച് പയ്യെ തിന്നാം മനയും തിന്നാം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള എക്സാംസ് ഒക്കെ നമുക്ക് പാസ്സായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി ക്ലാസ്സുകൾ മിസ്സായി പോകുന്നു മിസ്സേ, അല്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പഠിക്കാനായിട്ട് പക്ഷെ അതൊന്നും നടക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഓക്കെ, പേടിക്കേണ്ടത് എൻ്റെ കുട്ടികളെ മിസ് പേടിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല, ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇനി സമയമില്ലെങ്കിലും നിങ്ങൾക്ക്
നിങ്ങൾക്ക് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. അതാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി തരുന്നത്. ഓക്കെ, നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സുകൾ കാണാനും നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനും എല്ലാത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മിസ് ഇവിടെ നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ മിസ് എല്ലാ ഫീച്ചറും പറഞ്ഞുതരാം. കാരണം നിങ്ങൾ വെറുതെ ഒന്നും ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ മിസ് പറഞ്ഞു തരുന്ന ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് നോക്കുക. അതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ കുട്ടികൾ എന്ത് ചെയ്താൽ മതി? അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, റെഡി, സെറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും നമുക്ക് എന്ത് വേണം? അതായത് ലൈവായിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അല്ലേ? നമുക്ക് അപ്പം തന്നെ നേരെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സിലുണ്ടായിരിക്കും. ലാംഗ്വേജ് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പലർക്കും ലൈവ് കാണുന്നതിനേക്കാളും കൂടുതൽ റെക്കോർഡ് കാണുന്നതായിരിക്കും യൂസ്ഫുൾ അല്ലേ? കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡിൽ കാണണമെങ്കിൽ സ്പീഡിൽ കാണാം. അപ്പോൾ ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ട് ഉണ്ടായിരിക്കും. ബാക്കിയുള്ള നമ്മുടെ സയൻസ് സബ്ജക്റ്റ്, സോഷ്യൽ സബ്ജക്റ്റ് അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാക്കി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, മിസ് അമ്മ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇപ്പോഴല്ലേ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുള്ളൂ, ഇത് ഓണം എക്സാമിന് ഉണ്ടായിരുന്ന മുന്നുണ്ടായിരുന്ന എടുത്ത ചാപ്റ്റേഴ്സൊക്കെ അപ്പോൾ അതൊക്കെ എവിടെ പോകും? അതൊക്കെ ആ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് മിസ്സായി പോയില്ലേ? ഈ നേരം നടുക്കുന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മിസ്സായി പോയില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ സംഭവത്തിലുള്ള മക്കളെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് വെച്ചാൽ ഇന്ന് മുതലുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി മുന്നേ ഉള്ള ക്ലാസ്സുകളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എവിടെ തന്നെ ഉണ്ടായിരിക്കും? നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാം നടന്നതും വർക്ക്ഷീറ്റുകളും എല്ലാം അത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മൾ ടൈം ടേബിൾ ഒക്കെ തരും. ഓക്കെ, വെറുതെ അല്ല, അതായത് മിസ് പറയില്ലേ നിങ്ങൾക്ക് തോന്നിയ സമയത്ത് അങ്ങനെ നിങ്ങൾക്ക് അതായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് കാണാം. പക്ഷെ മാക്സിമം എന്ത് ചെയ്യുക? നമ്മൾ തരുന്ന ടൈം ടേബിൾ അനുസരിച്ച് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അതായത് ഓരോ ദിവസം എന്തൊക്കെയാണ് കാണേണ്ടത്, ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അതനുസരിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫുൾ അങ്ങോട്ട് തീർത്തിട്ട് നവംബർ ഒരു 14th അല്ലെങ്കിൽ നവംബർ ആ ഒരു പകുതി ആവുന്ന സമയത്താകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കംപ്ലീറ്റ് സിലബസ് തീർത്തിട്ട് ബാക്കിയുള്ള സമയം മൊത്തം ഓക്കെ നിങ്ങളിപ്പോൾ ഇതേ നോക്കുക, നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, ഒരു നവംബറിൽ 5th ആവുമല്ലോ, ഒരു 14th അല്ലെങ്കിൽ 15th അങ്ങനെ ആ ഒരു പകുതി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഫുള്ള് സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സിലബസ് മൊത്തം എന്ത് ചെയ്യും? സിലബസ് മൊത്തം നമ്മൾ ഈ ഒരു നവംബർ ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇതേ ഒരു ഡിസംബർ 11th മുതലായിരിക്കും ഏകദേശം നമ്മുടെ ആ ഒരു ക്രിസ്മസ് എക്സാം വരുന്നത്. അത്രയും സമയം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ബാക്കി റിവിഷന് വേണ്ടി മാത്രമായിട്ട് ബാക്കിയുണ്ടാകും. ഏതെങ്കിലും ഒരു പോർഷൻസ് നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പഠിച്ചത് ഒന്നും കൂടെ പഠിക്കണം അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതൊന്നും കൂടെ ഒരു ക്ലാരിറ്റി വേണം, അങ്ങനെ പലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ മുതൽ ഇത്രയും അല്ലെ നമ്മുടെ എക്സാം വരെ അത്രയും സമയം നിങ്ങൾക്ക് എന്തിനാണ് തരുന്നുണ്ട് മക്കളെ? റിവിഷന് വേണ്ടിയിട്ട് മാത്രമായിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കണമെന്നുണ്ടെങ്കിൽ അതിൽ മിസ് തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെച്ചോ. ഒന്നാമത്തെ കാര്യം ലൈവായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ ഓൾറെഡി എന്തുണ്ടായിരിക്കും? ഒക്കെ നമ്മുടെ ആപ്പിൽ റെക്കോർഡായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട്സ്. ഈ പരീക്ഷയുടെ തലേ ദിവസമാണ് പലരും എന്ത് ചെയ്യുക? നോട്ട്സ് തപ്പാൻ ഇറങ്ങാം. ഓക്കെ, എക്സാം ആകുമ്പോഴാണ് നോട്ട്സ് ഉണ്ട്, എൻ്റെ നോട്ട്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തപ്പാറങ്ങും അല്ലേ? അപ്പം നോട്ട്സ് എവിടെയും തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. എല്ലാതും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നോട്ട്സ്, വർക്ക്ഷീറ്റ് എല്ലാതും എന്തുണ്ടായിരിക്കും? എല്ലാതും ഒരൊറ്റ കുടക്കീഴിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് കിട്ടും. തപ്പിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഓരോ ലൈവ് ക്ലാസ്സിൻ്റെയും അടിയിൽ തൊട്ടടിയിൽ തന്നെയായിട്ട് അതിൻ്റെ നോട്ട്സും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. PDF ആയിട്ടുള്ള നോട്ട്സുകളായിരിക്കും. ഓക്കെ, റെഡി. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെക്കോർഡഡ് ആയിട്ടുള്ള നമ്മുടെ ലേണിംഗ് വീഡിയോസ്, അതായത് മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ എന്തുണ്ടായിരിക്കും? റെക്കോർഡഡ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വർക്ക്ഷീറ്റ്. കാരണം ഇത്തവണ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിച്ച പൊളിച്ച ക്വസ്റ്റ്യൻസ് ആണല്ലോ, നല്ല സ്റ്റാൻഡേർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ തരുന്നത്? അതിനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റുകൾ തരുന്നത്. അപ്പോൾ ഈ വർക്ക് ഷീറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ വർക്ക് ഷീറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ കുറച്ച് മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം
നല്ല ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഓക്കെ, കാരണം നമുക്ക് അത്യാവശ്യം ചാലഞ്ച് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വേണം, എന്നാലാണ് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് ആ ഒരു ലെവലിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു നമ്മുടെ വർക്ക് ഷീറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം. പിന്നെ അതൊന്നും പോരാതെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നമ്മൾ നടത്തുന്നതായിരിക്കും. ആ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഥവാ അത് ആ ഒരു എക്സാം കറക്റ്റ് ദിവസം നിങ്ങൾക്ക് നടത്താൻ പറ്റിയല്ലേ, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും, അതിൻ്റെ ആൻസർ കീയും ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തു തരും. ജസ്റ്റ് ഒന്ന് കാണാൻ പഠിക്കാം. ഓക്കെ, റെഡി. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വട്ടം നമുക്ക് ഈ ഓണം എക്സാമിന് മുന്നേ നമ്മൾ എന്ത് നടത്തിയിരുന്നു, മോഡൽ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇനി അടുത്തത് ക്രിസ്മസ് എക്സാമിന് മുന്നും നമ്മൾ എന്ത് ചെയ്യും, മോഡൽ എക്സാം നടത്തും. നമ്മുടെ ശരിക്കുള്ള ഫൈനൽ എക്സാമിന് മുന്നും നമ്മളൊരു മോഡൽ എക്സാം നടത്തും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫുൾ അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ എക്സാം നടത്തുന്നത്. ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രയൊക്കെ അല്ലെ പുതിയ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെ പറഞ്ഞാലും മിക്ക ക്വസ്റ്റ്യൻസും അല്ലേ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഏകദേശം അതുപോലെ തോന്നിക്കുന്ന തരത്തിലുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അതേറെ സെയിം പാറ്റേണുള്ള അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇച്ചിരി വളച്ചൊടിച്ചുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ അല്ലെങ്കിൽ എന്താ പറയുക അത് ചെയ്ത് നോക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും, അതായത് മുൻവർഷ ചോദ്യങ്ങൾ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പുതിയ സിലബസിൽ അന്നുണ്ടായിരിക്കില്ല, പുതിയ സിലബസിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിക്കായിരിക്കും തരുന്നുണ്ടായിരിക്കുക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മറ്റേ കഴിഞ്ഞ വർഷം എക്സാം സിലബസ് മാറിയ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞിരുന്ന. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 8ാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനറുടെ ബുക്ക് സെറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് 8ാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകാർക്കാണ് കേട്ടോ, അതാണ് നമ്മളിപ്പോൾ പ്രിന്റ് ചെയ്യുന്നുള്ള കറന്റ്. അപ്പോൾ 8ാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകാർക്ക് നമ്മൾ എക്സാമിനറുടെ ബുക്ക് സെറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബുക്ക് സെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഷോർട്ടായിട്ടുള്ള ടൈപ്പിലുള്ള ഷോർട്ട് നോട്ട് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, മുൻ വർഷങ്ങളുള്ള ക്വസ്റ്റ്യൻസ് എല്ലാതും അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മൈൻഡ് മാപ്പ് അടക്കം അതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അതെല്ലാതും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ പരീക്ഷയുടെ തലേദിവസമൊക്കെ മൈൻഡ് മാപ്പ് മാത്രം നോക്കിയാൽ മതി, ഫുള്ള് സെറ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടത്, ഓരോ ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ഇനി കലോത്സവമാണ് മിസ്സേ, അവിടെ ആ പരിപാടി ഉണ്ട്, ഈ പരിപാടി ഉണ്ട്, ഇനി അതിൻ്റെ ഇടയിൽ കുറേ ക്ലാസ്സുകൾ മിസ്സായി പോയി, ഇതിന് എന്താ ചെയ്യുക എന്നൊന്നും ആലോചിച്ചിട്ട് ടെൻഷനേ അടിക്കേണ്ട. ഓക്കെ, ഇപ്പം മുതൽ എന്ത് ചെയ്യുക, നമ്മൾ തരുന്ന ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇനിയിപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ 8-ന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക്, കാരണം എക്സാം ഒക്കെ കഴിഞ്ഞേ അല്ലേ, അവർ കുറച്ച് നാളൊന്നും അവർ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സെപ്റ്റംബർ 8-ന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, ബൂസ്റ്റ് കളിക്കുക പവറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും അടിപൊളിയായിട്ട് പഠിക്കാൻ റെഡി ആയിട്ട് വേണം വരാനായിട്ട്. കാരണം ഇനി എന്ത് കലോത്സവം ഉണ്ടായാലും എന്തായാലും എക്സാം കറക്റ്റായിട്ട് നടക്കും അല്ലേ. എത്ര സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞാലും ഒന്നും ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാം നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വൃത്തിക്ക് ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് ടെക്സ്റ്റ് ബുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ മിസ്സൊക്കെ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഒപ്പം തന്നെ മിസ് ആ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ചിട്ടാണ് വിടുക. ഓക്കെ, ഓരോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, ഓരോ ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺസെപ്റ്റ് നല്ല ക്ലാരിറ്റിയിലാണ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു തരുന്നത്. നമ്മൾ മെയിനായിട്ട് അത് ശ്രദ്ധിക്കുന്നത് തന്നെ ആ ഒരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്തുതരാ, നമുക്ക് വെറുതെ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ ചാപ്റ്റർ പ്ലസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിക്ക് പോയിട്ട് കാര്യമില്ല, നമ്മളെല്ലാത്തിനെയും ആ ഒരു കോൺസെപ്റ്റ് നല്ല വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അല്ലാതെ നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല മക്കളെ. ഓരോ ടോപ്പിക്കും എന്താണെന്നുള്ളത് വളരെ വ്യക്തതയോട് കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കണം. അതും ഒരൊറ്റ അല്ലേ നമ്മുടെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരൊറ്റ പോർഷൻസ് പോലും നമുക്കിനി വിടാൻ പറ്റില്ല. എല്ലാതും ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ കോൺസെപ്റ്റിന് അത്രയധികം ഇമ്പോർട്ടൻറ്റ്, അതായത് ഓരോ
ടോപ്പിക്കും വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾക്കിനി അല്ലേ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഇനി മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ മിസ് എന്ത് ചെയ്യും, അതിൻ്റെ ടെക്സ്റ്റ് ബുക്കും കൂടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് അതും കൂടെ അപ്പം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ റെഡി ആയിരിക്കണം, അത്ര മാത്രമല്ല. അപ്പം പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരെ മാത്രമേ മിസ് ഇവിടെ വിളിക്കുന്നുള്ളൂ. നന്നായിട്ട് അല്ലേ, നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു ചേഞ്ച് വേണം അല്ലേ, മിസ് എനിക്ക് നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്നു, ഞാൻ ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ എങ്ങനെ ആകാശത്ത് നോക്കിയിരിക്കലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കാരണം നല്ല ടഫായിരിക്കും മക്കളെ, ഒന്നും നോക്കാനില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വേണം അല്ലേ, എനിക്കൊന്ന് മാറാൻ ആഗ്രഹമുണ്ട് മിസ്സേ, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ ഇപ്പം ചെറിയൊരു ആഗ്രഹമുണ്ട്, എനിക്ക് പഠിക്കണം അല്ലേ, എനിക്ക് നല്ല മാർക്ക് വാങ്ങണം, എൻ്റെ അച്ഛനമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ എന്നെ വളർത്തുന്നത്, അപ്പോൾ എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു മാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങണം എന്ന ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആഗ്രഹമുള്ളവർക്ക് മാത്രം. ഓക്കെ, അല്ലാത്തവർക്ക് ഇത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം, ഒന്നും നിങ്ങൾ നെവർ മൈൻഡ് ആയിട്ട് അല്ലേ വിടാം, അത്രേ ഉള്ളൂ. പക്ഷെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇപ്പം എൻ്റെ കുട്ടികൾക്ക് വളരെയധികം ഫീസ് കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു എന്താ പറയുക ഇപ്രാവശ്യം ഇത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഫീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ മിസ് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല സെറ്റായിട്ട് നമ്മളതേ അല്ലേ തുടങ്ങുകയാണ്. ഇനി നമ്മൾ വേറെ ബാക്കി പിന്നെ നോക്കാം എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, വെറുതെ ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി, ഫുൾ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക, ഒന്നും ടെൻഷൻ അടിക്കേണ്ട. വളരെ പാവം പിടിച്ചല്ലേ കുറച്ച് ആൾക്കാരാണ് നിങ്ങളെ ഈ കോളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടായിരിക്കുക. അവർ വിളിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാതും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നവംബർ ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് സിലബസ് തീർത്തിരിക്കും അല്ലേ, നവംബർ പകുതി ആകുമ്പോഴേക്കും തീർത്തിരിക്കും. ദെൻ അതിനുശേഷം കംപ്ലീറ്റ് നമുക്ക് റിവിഷനുള്ള സമയമുണ്ട്. അപ്പോൾ ഇതെല്ലാതും നിങ്ങൾക്ക് ഫുൾ സെറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇത് ചെയ്യുക. ഫുൾ അല്ലേ റെഡി ആണെന്നുണ്ടെങ്കിൽ റെഡി മിസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ തുടങ്ങുന്നു, ഇനി നമുക്ക് അടുത്ത അല്ലേ വെക്കേഷൻ നമ്മൾ ഇന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അടിച്ച് പൊളിച്ചതേ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.